രവിപ്രസാദ്, ഇന്നൊരു ദിവസം നീണ്ടുനിന്ന നമ്മുടെ ലൈവാത്തോണിൽ വലിയ പ്രതികരണമാണ് വന്നത്. ഒരുപാട് മനുഷ്യർ അവരുടെ തൊഴിൽ വ്യത്യാസങ്ങൾ ഭേദമന്യേ ഒരുപാട് പേര് നമ്മളോടൊപ്പം വന്നു. അതിൽ തട്ടുകടക്കാരുണ്ട്, ഓട്ടോറിക്ഷക്കാരുണ്ട്, അധ്യാപകരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, നമുക്ക് മെസ്സേജ് അയച്ചവരിൽ ചലച്ചിത്ര താരങ്ങളടക്കമുള്ളവരുണ്ട്, മാധ്യമ മേഖലയിലെ സുഹൃത്തുക്കളുണ്ട്, ഡോക്ടർമാർ പോലുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിവിൽ സ്കോർ വിഷയം ഇനി എങ്ങനെ പരിഹരിക്കാമെന്നതാണ് മുമ്പിലുള്ള വിഷയം. എന്തായാലും സമൂഹം ഇതിനെ ഗൗരവമായി തന്നെ കാണുന്നു എന്നതല്ലേ ലൈവാത്തോണിലൂടെ തെളിവാകുന്നത്. ഉറപ്പായും അരുൺ, കേരളീയ സമൂഹത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും അവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രതിസന്ധികളിലൊന്ന് എന്നുള്ളത്, അതായത് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രതിസന്ധികളിലൊന്ന് എന്നുള്ളത് അവരുടെ മോശം സിബിൽ സ്കോർ തന്നെയാണ്. ഒരു മാധ്യമവും ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം നമ്മുടെ ആനിവേഴ്സറി ദിനത്തിൽ നമ്മൾ എടുത്തു എന്നുള്ളിടത്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. നിങ്ങളെങ്കിലും എടുക്കാൻ തയ്യാറായല്ലോ എന്ന് പറഞ്ഞാണ് രാവിലെ അരുൺകുമാറിന്റെ കൂടെ നമ്മൾ ലൈവ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ആദ്യ 10 മിനിറ്റിൽ തന്നെ 5-ലധികം ഫോൺ കോളുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോഴും നിലയ്ക്കാതെ പല ഭാഗത്തു നിന്നും ഫോൺ വിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ മാധ്യമങ്ങളുടെ പോലും ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് ദുരിതങ്ങളിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ശ്രമിക്കുന്നതെങ്കിൽ ഈ പറയുന്ന സിബിൽ സ്കോർ പോലെയുള്ള വലിയ ചതികൾ നമ്മുടെ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യന് കൈത്താങ്ങാവേണ്ട ധനകാര്യ സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളുടെ വാക്കുകൾ പോലും കേട്ട് അവരുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ളിടത്താണ് നമ്മൾ ഇന്ന് ചെയ്ത ലൈവത്തോണിന്റെ പ്രസക്തി. ഒരു വ്യക്തി ഒരു ധനകാര്യ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് വായ്പയ്ക്ക് വേണ്ടി സമീപിക്കുമ്പോൾ അയാളുടെ സാമ്പത്തിക അച്ചടക്കം നോക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. പക്ഷേ അതിനേൽപ്പിച്ചിരിക്കുന്ന ഈ സ്വകാര്യ ഏജൻസി വഴിവിട്ട കളികൾ കളിക്കുന്നു എന്നുള്ളതാണ്, കൈവിട്ട കളികൾ കളിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ അവരുടെ ഒരു ജീവിത നിലവാരം ഉയർത്താൻ അല്ലെങ്കിൽ അതുപോലെയെങ്കിലും ജീവിച്ചു പോകാൻ സഹായകരമാകേണ്ട ധനകാര്യ സ്ഥാപനങ്ങൾ ഈ സിബിൽ സ്കോർ എന്ന് പറയുന്ന മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അദൃശ്യ ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് തനിക്കിവിടെ നിന്ന് ലോൺ തരാൻ കഴിയില്ല എന്ന് പറയുന്ന നിലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ കേന്ദ്ര സർക്കാരും അത് കേട്ട് കയ്യും കെട്ടിയിരിക്കുകയാണ്. ഉറപ്പായും അങ്ങനെ ഒരിക്കൽ പോലും സമൂഹത്തിൽ ശബ്ദിക്കാത്തവരുടെ ശബ്ദമായി മാറാൻ ഇന്ന് റിപ്പോർട്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായും നമ്മളിത് തുടരും. കൂടുതൽ ആളുകളുടെ ദുരിതം നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഉറപ്പായും ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയും വേണം. അരുൺ, താങ്ക് യു.